നമസ്കാരം. ഓപ്പൺ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ യുദ്ധം എന്തിനാണെന്ന് പോലും ട്രംപിന് അറിയാത്ത സാഹചര്യം. അതായത് ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്കിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിലൂടെ സഞ്ചാരങ്ങൾ കൃത്യമായി നടന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ട്രംപിന് മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാത്തത്. ബാക്കി രാജ്യങ്ങളിലൊക്കെ, അതായത് ഇറാന് വേണ്ടപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ കൃത്യമായ സഞ്ചാരം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ നടക്കുന്നുണ്ട്, ഇന്ത്യക്ക് നടക്കുന്നുണ്ട്, ബാക്കി രാജ്യം സൗത്ത് ആഫ്രിക്കയ്ക്ക് നടക്കുന്നുണ്ട്, എല്ലാവർക്കും നടക്കുന്നുണ്ട്, റഷ്യക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലൂടെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. US മാത്രമാണ് ഇവിടെ പ്രശ്നം നിൽക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇസ്രായേൽ കൃത്യമായി അവരുടെ ബൗണ്ടറി പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ US ഏറ്റവും കൂടുതൽ പ്രശ്നം. US നാറ്റോ രാജ്യങ്ങളുടെ കൂടെ നിൽപ്പില്ല, നാറ്റോ രാജ്യങ്ങൾ US കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ട്രംപിന് ആകെ കൂടെ വേവലാതിയാണ്, ട്രംപിന് ദേഷ്യമാണ്. അത് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ട്രംപിന്റെ ഈ ഒരു വിരളി പിടിച്ച പ്രശ്നവും ഈ ഒരു തെറിവിളിയും ഒക്കെ തന്നെ ഓർക്കുക, അമേരിക്കയുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു പോസ്റ്റുകൾ ഇടുന്നത് എന്നതുകൂടി ആലോചിക്കുമ്പോൾ എന്തുമാത്രം ഫ്രസ്ട്രേഷനിലാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത് എന്നതുകൂടി ആലോചിക്കുക. കാരണം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇറാൻ കേൾക്കുന്നില്ല. ഇറാൻ അതിനൊക്കെ പുല്ലുവിലയാണ് കൊടുക്കുന്നത്. ഇറാൻ പുല്ലുവില കൊടുക്കുക മാത്രമല്ല, ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് US ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫെബ്രുവരി 28 ഈ യുദ്ധം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരുന്നു US മുന്നോട്ട് വെച്ചത്? അതിനു മുമ്പ് കഴിഞ്ഞ വർഷം 12 ദിവസങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു US. അപ്പോൾ US വിചാരം അവിടെയുള്ള ആർമികളൊക്കെ തന്നെ US തുടച്ചു നീക്കി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ഇല്ലാണ്ടാക്കി, ഇനി അവരുടെ തലവനെയും കൂടെ കൊന്നാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് വീണ്ടും ഈ യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ രണ്ടാം ദിവസം തന്നെ അതായത് യുദ്ധത്തിന് രണ്ടാം ദിവസം തന്നെ ആയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ തലവനെ US കൊല്ലുകയാണ്. പക്ഷെ ഇറാൻ വീണോ? വീണില്ല. ഇറാൻ കൃത്യമായി യുണൈറ്റ് ചെയ്യുന്നു. ഇറാന്റെ തലവൻ പോയെന്ന് വെച്ച് അവിടെ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവിടെ മുജ്തബ അലി ഖമനേയി അധികാരത്തിലേക്ക് വരുന്നു. അവിടെ ഇറാൻ കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്തുകയാണ്. അവിടെയാണ് ട്രംപിന് പിഴവ് സംഭവിക്കുന്നത്. ട്രംപ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മാറുന്നില്ല. അവിടെ നേരെ വിപരീതമായ കാര്യങ്ങൾ മാറുന്നു. ഇറാൻ കൂടുതൽ ശക്തി ആർജിക്കുന്നു. ട്രംപ് വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ മാറുന്നുമില്ല. എന്താണ് ഇപ്പോൾ ഓപ്പൺ ദ ഫക്കിംഗ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്ന് ട്രംപ് പറയുന്നതിന് 3 ദിവസം മുമ്പ് പറഞ്ഞത്? ഹോർമുസ് കടലെടുക്ക് തുറന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്ന അതേ ട്രംപ് തന്നെയല്ലേ കഴിഞ്ഞ ദിവസത്തിൽ സ്ട്രേറ്റ് തുറക്കൂ, ഹോർമുസ് കടലെടുക്ക് തുറക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും തെറി വിളിച്ച് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത്? ഇപ്പോൾ എന്താണ് ട്രംപ് പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തീർക്കും എന്നതല്ലേ? പവർ പ്ലാന്റ് നശിപ്പിക്കും, പാലം നശിപ്പിക്കും എന്നൊക്കെയല്ലേ ട്രംപ് പറയുന്നത്? ഈ പാലം നശിപ്പിച്ചല്ലോ, ഇറാന്റെ ഏറ്റവും വലിയ പാലം നശിപ്പിച്ചത് വലിയ കാര്യത്തോടു കൂടി ട്രംപ് പറഞ്ഞല്ലോ. ആ പാലം സിവിലിയൻസ് യൂസ് ചെയ്ത പാലമാണ്. അവിടെ അല്ലാതെ അതിനകത്തൊരു മിലിറ്ററി കാര്യങ്ങൾ നടന്നിട്ടില്ല, ഒരു ഓപ്പറേഷൻസ് നടക്കുന്ന പാലമല്ല. സിവിലിയൻസ് യൂസ് ചെയ്ത പാലം, ഏറ്റവും വലിയ പാലം തകർത്തിട്ടാണ് ട്രംപ് ഇവിടെ വന്ന് വീരവാദം മുഴക്കുന്നതെന്നും കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെ എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുള്ള രീതിയിൽ ട്രംപ് ഇങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ കൃത്യമായി ട്രംപിന് എന്തിനാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് പോലും അറിയത്തില്ല. ട്രംപിന് ഇപ്പോൾ ആവശ്യം ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഹോർമുസ് കടലിടുക്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ കൃത്യമായ സഞ്ചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഓയിൽ ഡോളറിന് വിൽക്കുക എന്നത് 1971 സംഭവിച്ചു. നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ 71 ഡോളറിൽ വിൽക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ എണ്ണ യുവാനിലാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ അത് ട്രംപിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല. ഒരു ഡോളർ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി നിൽക്കുന്നു കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ ട്രംപിന് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഇത് വേവലാതി കൂടത്തേ ഉള്ളൂ. പിന്നെ വാക്കുകൾക്ക് ഒരു തരത്തിൽ പോലും നീതി പുലർത്താത്ത വ്യക്തിയാണ് ട്രംപ്. ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. അന്ത്യശാസനകൾ ആദ്യം തിങ്കളാഴ്ച തരും, പിന്നെ ചൊവ്വാഴ്ച തരും, അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഒരു അന്ത്യശാസനം തരും. ഇങ്ങനെ ആഴ്ചയിൽ 4 അന്ത്യശാസനം വെച്ച് ട്രംപ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ട്രംപ് പറയുന്ന ഏറ്റവും വലിയ വാചകം എന്താണ്? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ബ്രേക്കിംഗ് പോയിന്റ് എന്താണ്? ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തകർത്തെറിയുന്നല്ലേ ട്രംപ് പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്നതാണോ ഇറാൻ? അല്ല എന്ന് ട്രംപിനും കൃത്യമായിട്ട് അറിയാം. കാരണം ട്രംപിന് അതനുസരിച്ചുള്ള കാര്യങ്ങളല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തലവനെ 2ാം ദിനത്തിൽ തന്നെ കൊന്നുകളഞ്ഞു. അതായത് ആയത്തുള്ള അലി ഖമനേയി 2ാം ദിനത്തിൽ കൊന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് അമേരിക്ക പറഞ്ഞത്? യുദ്ധം ഞങ്ങൾ ജയിച്ചേ എന്നതായിരുന്നല്ലോ പ്രഖ്യാപനം. യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്നതായിരുന്നു പ്രഖ്യാപനം. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? 37 ദിവസങ്ങൾ കഴിയുന്നു യുദ്ധം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയി കാണുന്നത് ആരെയാണ്? ട്രംപിനെയാണ്. അവിടെ ട്രംപിനെയും US ഭരണകൂടത്തെയും പരിഹസിക്കുന്ന പോസ്റ്റുകളാണ് ഇവിടെ ഇറാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ കടന്ന് വിരളി പൂണ്ടത്തേ ഉള്ളൂ, ഞങ്ങൾക്കിതൊന്നും ഞങ്ങളുടെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്ന് ഇറാൻ ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ട്രംപ് ഇങ്ങനെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ റെക്കോർഡ് തരത്തിലാണ് പ്രസ് മീറ്റ് വരെ നടത്തിയത്. അത്രയ്ക്ക്
പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ട്രംപ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് അത്രമാത്രം ഫ്രസ്ട്രേഷൻ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന കാഴ്ചയാണ് നിൽക്കുന്നത്. ഓർക്കുക, അമേരിക്കൻ പ്രസിഡന്റാണ്. ഇത്രയും അൺപാർലമെന്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഒരു പോസ്റ്റിൽ യൂസ് ചെയ്യുകയും ഇത്രയും ഫ്രസ്ട്രേറ്റഡ് നിറഞ്ഞ ഒരു നേതാവായിട്ട് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുന്നോട്ട് വെച്ച സാഹചര്യങ്ങളെല്ലാം ഇറാൻ തള്ളിക്കളയുകയും ചെയ്തല്ലോ. അതായത് US പറയുകയാണ്, ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. ഇറാന് കൃത്യമായിട്ട് അറിയാലോ US എന്താണ് ചെയ്തത്, ഗാസയിൽ എന്താ സംഭവിച്ചത്. ഇതുപോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 10ാം ദിവസത്തിലേക്ക് വീണ്ടും ഗാസയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അതുകൊണ്ട് ഇറാൻ കൃത്യമായി പറഞ്ഞു, അതൊന്നും വേണ്ട, അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിപ്പോൾ ഒരു 10 നിബന്ധന മുന്നോട്ട് വയ്ക്കാം, അത് അംഗീകരിച്ചാൽ മാത്രം നമുക്കിതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയല്ലേ ഇറാൻ പറയും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒന്നും വർക്കാവാതെ വരികയാണ് US-നും ട്രംപിനും, ഒന്നും ശരിയാവുന്നില്ല ട്രംപിന്. അതുകൊണ്ടാണ് ഭീഷണികൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികൾ ഉയർത്തി അവസാനം വാക്ക് പാലിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെങ്കിലും കാണാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഇറാൻ. ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ കഴിയുമെങ്കിൽ തീർക്കുക എന്ന് തന്നെയാണ് ഇറാൻ ട്രംപിന് മുന്നിൽ വെക്കുന്ന പരോക്ഷ വെല്ലുവിളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.